അച്ചായോ രാവിലെ സാധനം വെള്ളമടിയാണോ? ആ നിന്നെ വിളിക്കാനിരിക്കുവേ. എന്നാ നീ വന്നേ, നീ ഇച്ചിരി അടിച്ചേ. എനിക്കൊരു ഷെയറാണോ? ആ അടിച്ചോ. ഇതാണോ വെള്ളം അടിക്കാൻ വിളിച്ചെന്ന് പറഞ്ഞത്? ആ ഇതാ വെള്ളം അടിക്കാൻ വിളിച്ചത്. സാന്ദ്രനുമായിട്ട് അച്ചായൻ നല്ല ചാർജിലാണല്ലോ. നീ എന്നെ രാവിലെ വെള്ളയൊക്കെ ആയിട്ട്. ഓ സാന്ദ്രനല്ലേ അച്ചായ, അതുകൊണ്ട് അച്ചായൻ തോമാച്ചായൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു. അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നു. 2-3 ദിവസമായി തോമസ് ഇവിടെ ഇല്ല, വീട് അടച്ചിട്ടിരിക്കുക. നിന്നെ വല്ലതും വിളിച്ചായിരുന്നു? എന്നെ വിളിച്ചൊന്നും ഇവിടെ ഇല്ലേ? അന്ന് ഞാൻ ഇവിടെ ഇല്ല, 3 ദിവസമായി. എവിടെ പോയെന്ന് അറിയത്തില്ല, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്നാൽ ഈ സാന്ദ്രദിനമായിട്ട് അവനെവിടെ പോയി കിടക്കുക? അല്ല പലയിടം കാണാൻ പോയതായിരിക്കും, അല്ലെങ്കിൽ ഒരു അതിർത്തിയിലോ എവിടെയെങ്കിലും പോയതായിരിക്കും, പല ഓർമ്മ പുതുക്കാൻ വേണ്ടി. അച്ഛാ ഏതായാലും തോമ വരുമ്പോ വരട്ടെ, നമുക്കൊരു പതാക ഉയർത്തണ്ടേ? നല്ലൊരു സാന്ദ്രനുണ്ട്. ഇല്ല അത് വേണം, അതുകൊണ്ടാണ് ഞാൻ രാവിലെ നിന്നെ വിളിക്കാൻ തുടങ്ങിയാലോ പരിപാടി? നമുക്കത് ചെയ്യാം. വെള്ളവടി നിർത്താൻ. വെള്ളവടി നിർത്താം. എങ്ങനെയാ, ആവശ്യത്തിനായില്ലേ? ആവശ്യത്തിനായി. വീട് വരെ പോകാം. പോകാം. തോമയല്ലേ അത്? രണ്ടുപേരും ഉണ്ടല്ലോ. രണ്ടുപേരും കൂടെ മൈനെ പിടിക്കാൻ പോയതാണ്. ഞാൻ പൊക്കോട്ടെ തോമച്ചായ. ശരി കാണാം. നില്ല, നീ ഇറങ്ങ, നമുക്കിവിടെ പതാക ഉയർത്തണം. ഇല്ല ഞാൻ പോയേക്കുക, രാവിലെ പിള്ളേരോട്ടം ഉണ്ടല്ലോ, പതാക കിട്ടുന്നുണ്ടോ ഇവിടെ? ആണോ? എന്നാ നീ പോട്ടെ.
തോമായി താൻ എവിടെയായിരുന്നു? വിളിച്ചാൽ ഫോണും എടുക്കത്തില്ല, അന്ന് പറഞ്ഞിട്ട് പോവോ അതും ഇല്ല. അതെ, ഞാൻ സ്ഥലം വരെ പോയതാ, പിന്നെ പറയാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു. നീ എവിടെ പോവാ? അവിടെ നിന്നില്ലേ? ഇന്ന് സ്വാതന്ത്ര്യ ദിനമല്ലേ, നമുക്ക് പതാക ഉയർത്തണ്ടേ? താൻ ഇല്ലാത്തതുകൊണ്ട് ജയം വന്ന് ഞങ്ങളത് ചെയ്യാനിട്ടിരിക്കുകയായിരുന്നു. അതെ, എനിക്ക് പറ്റത്തില്ല. എനിക്ക് ആകപ്പെട്ട ഒരു മനസ്സുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളങ്ങ് ചെയ്തു. ഓക്കെ. തോമ, താൻ അവിടെ നിന്നേ. തനിക്ക് എന്തോ പ്രശ്നമുണ്ട്, തനിക്ക് എന്തോ വിഷമവുമുണ്ട്. വാ, നമുക്കതെല്ലാം നീ വന്നേ. എനിക്ക് വാ തോമ, ഇരിക്കാം. തോമ, താൻ പറ, തൻ്റെ വിഷമമാണ്. താൻ ഈ 3-4 ദിവസമായിട്ട് എവിടെയായിരുന്നു? അത് എന്തോ ഞാൻ വയനാട്ടിലായിരുന്നു. അറിയാലോ, വയനാട്ടിലെ ദുരിതങ്ങളൊക്കെ നടന്ന അറിയില്ലേ? അവിടെ എനിക്ക് പിള്ളേരുടെ കാര്യം നിങ്ങൾക്കറിയാലോ. ഞാൻ എത്ര വർഷങ്ങളായി പിള്ളേരുടേതായിട്ട്. അപ്പം ഞാൻ ആ ദുരിതബാധിത മേഖലയെല്ലാം പോയി ഒന്ന് അവിടുത്തെ ദുരിതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ, അതായത് മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളെ, ഇനി 2 കുഞ്ഞുങ്ങളെ ദത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ച് അവിടെ വരെ പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്ഥിതികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ശംഖ് കത്തിപ്പോയി. അത്രയും ജനങ്ങൾ മണ്ണിൻ്റെ അടിയിൽ. ഇനി ഞാൻ പണ്ട് ചെന്നപ്പോൾ എന്തോരം വീടുകളുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വീടുമില്ല, ഒന്നുമില്ല, ഗ്രൗണ്ട് പോലെ കിടക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടേ എങ്ങനെ നമുക്കിതൊക്കെ ആഘോഷിക്കാൻ പറ്റും? ഒന്നിനു വേണ്ടി ഞാനൊരു പട്ടാളക്കാരനല്ലേ. ഈ രാജ്യത്തിന് വേണ്ടി ഞാനൊക്കെ എന്തോരം ത്യാഗങ്ങൾ സഹിക്കുന്നു. ഇന്ന് നമ്മുടെ ജനങ്ങളെല്ലാം അവിടെ ഞങ്ങളുടെ മിലിറ്ററിയൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തോരം ബോഡികൾ അവർക്ക് വരുന്നത്. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവർക്ക് സല്യൂട്ട് ചെയ്ത് തന്നെയാണ് മതി അല്ലേ. നമുക്കിവിടെ വന്ന് മറ്റുള്ള ആഘോഷങ്ങളെ പങ്കെടുക്കാൻ പറ്റുമോ? ഒരു തോമ, ഈ ദുരന്തം തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴാ കേരളത്തിന് തന്നെ ഭീഷണിയായിട്ടിരിക്കുന്ന നമ്മളെ മുല്ലപ്പെരിയാർ ഡാം. 5 ജില്ല പൂർണ്ണമായും തീരും. 35 ലക്ഷം ജനങ്ങൾ ജീവന ഈ ബോംബിൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്നു. ഈ കാര്യം നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് 33.5 കോടി ജനങ്ങൾക്കും അറിയാം. ഈ 35 ലക്ഷം ജനങ്ങൾ ഒന്നും ഇല്ലാതായി തീരുമെന്ന്. ഇത് കേന്ദ്ര സർക്കാരിനും അറിയാം, എല്ലാ ഭരണാധികാരികളെയും. പക്ഷെ അവർ കണ്ടില്ലെന്നും കൊണ്ട് നടിക്കുക. ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ചാനലുകാർ പോലും കാണത്തില്ല. ഉണ്ടായിട്ട് വേണ്ടേ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. താനൊരു സാധാരണക്കാരനും ഒരു പട്ടാളക്കാരനും ആയതുകൊണ്ട് തനിക്കെൻ്റെ വിഷമങ്ങളെല്ലാം മനസ്സിലാകും. അതുമല്ല, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഓണാഘോഷ പരിപാടികളൊന്നും പാടില്ലെന്ന്. അന്നാ മുഖ്യമന്ത്രി പറഞ്ഞ് വലിയ വലിയ സെലിബ്രിറ്റികൾ ഓണാഘോഷ പരിപാടി നടത്താനിരുന്ന് മാറ്റിവെക്കുമോ? ആയിരക്കണക്കിന് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് കാണാതിരിക്കാൻ പോവുമോ? ഇതെല്ലാം നടക്കും. അത് മാത്രമല്ല ചേട്ടാ, ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ആരെങ്കിലും ബിവറേജ് അടച്ചിടുവോ? അതുപോലെ തന്നെ ഇത്ര പിന്നെ സെലിബ്രിറ്റികളായിട്ടുള്ള അഭിനേതാവ് അഭിനയിച്ചൊരു തിയേറ്ററിൽ ഒരു പടം നിർത്തി വെക്കുക? ആരും നിർത്തി വെക്കത്തില്ല. ഇവരെല്ലാം കൂടി ഒത്തൊരുമിച്ചൊരു നല്ല രീതിയിൽ പ്രവർത്തിച്ച് അവർക്കൊരു വയനാട്ടിലുള്ളവർക്കൊരു ആദരവ്, ഒറ്റ ദിവസം ഒരു അവധി, അതൊന്നും ചെയ്യത്തില്ല. അത് മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, അച്ചായൻ പറഞ്ഞാലും മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ഈ ഓണാഘോഷ പരിപാടി മാറ്റി വെക്കണമെന്ന്. ഇത് വലിയ സെലിബ്രിറ്റികൾക്കൊന്നും കുഴപ്പമില്ല, അവർക്കൊക്കെ എവിടെ പോകണം പരിപാടി നടത്താം. ഈ സാധാരണ എന്താ പറയുന്നത്, ഒരു ക്ലബിൽ ഒരു പരിപാടി ഓണമായാലും, അല്ലെങ്കിൽ മറ്റൊരു വായനശാലയിൽ ഒരു പരിപാടി, അങ്ങനെ ചെയ്യുന്ന ചെറിയ ചെറിയ കലാകാരന്മാരുണ്ട്. അവർക്കേ ഈ ബുദ്ധിമുട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവർ ഈ ഓണവും ഇങ്ങനെയുള്ള സംഭവമൊക്കെ പ്രതീക്ഷിച്ചായിരിക്കുന്നത്. അവർക്കേ ഉണ്ടാകത്തുള്ളൂ, അവരുടെ കുടുംബമേ നശിക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതുപോലെ പാവപ്പെട്ടവരാണല്ലോ. സെലിബ്രിറ്റികൾക്കൊക്കെ എന്ത് രീതിയിലും പോകാം. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ, മുഖ്യമന്ത്രി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ സെലിബ്രിറ്റികളാണെങ്കിലും അതനുസരിച്ച് ഈ ഓണാഘോഷം മൊത്തത്തിൽ ഒരു അവധി പോലെ ആക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു ആദരവ് കൊടുത്ത പോലെ ആവും. അല്ലാതെ ഇതിൻ്റെ അകത്തൊരു വിഭജനം വരുത്തിയാൽ നശിച്ചു പോത്തുള്ളൂ. തമാശ പറഞ്ഞു വന്ന് തോമ, സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. അതല്ലാണ്ടിരിക്കും. നമുക്ക് ഇനി അതിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും
ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ആരെങ്കിലും കൊണ്ട് ചെയ്യാനോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കാനേ പറ്റത്തുള്ളൂ. നമുക്കെന്ന് പറയുന്നത് സ്വാതന്ത്ര്യ ദിനമാണ്. അത് ആഘോഷിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ നമ്മളെ പോലെയുള്ള എല്ലാവരും ഓരോ പൗരന്മാരുടെ കടമയാണ്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ള പട്ടാളക്കാർ, നിങ്ങളൊക്കെ ത്യാഗം ചെയ്ത് നമുക്ക് നേടിത്തന്നാണ് ഈ സ്വാതന്ത്ര്യ ദിനം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. അതുകൊണ്ട് ഈ പതാക ഉയർത്താൻ ഏറ്റവും യോഗ്യനും അത് പറ്റത്തില്ലെന്ന് പറയുകയും ചെയ്യരുത്. ഇത് പതാക ഉയർത്തേണ്ട ദിവസം താനാണ്. അതുകൊണ്ട് നമുക്ക് പതാക ഉയർത്താം. മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും. അതിനൊക്കെ സഹായിക്കാൻ നമ്മുടെ ഭരണാധികാരികളും സർക്കാരും മറ്റുള്ളവരെല്ലാം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നതും നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇരുന്നേ